മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചു കേരളം. അണക്കെട്ടിലെ സന്ദർശന ശേഷം കുമളിയിൽ ചേർന്ന മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ തമിഴ്നാട് ഇതിനെ ശക്തമായി എതിർത്തു. ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷം മാത്രം സുരക്ഷാ പരിശോധന നടത്തിയാൽ മതിയെന്ന് യോഗത്തിൽ തമിഴ്നാട് വ്യക്തമാക്കി. 2011 മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സുരക്ഷാ പരിശോധന നടത്തിയത്. 2018 കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. 6 വർഷങ്ങൾക്കപ്പുറവും സുരക്ഷാ പരിശോധന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പരിശോധന ഉടൻ നടത്തണമെന്ന ആവശ്യം മേൽനോട്ട സമിതി യോഗത്തിൽ കേരളം മുൻപോട്ട് വെച്ചത്. തമിഴ്നാടിന്റെ നിസ്സഹകരണമാണ് പരിശോധന നീണ്ടുപോകാനുള്ള കാരണം. ഉടൻ പരിശോധന നടത്താൻ കഴിയില്ലെന്ന നിലപാടാണ് തമിഴ്നാട് ആവർത്തിക്കുന്നത്. അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത, ഡാമിന്റെ ചലനം, വികാസം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. യോഗത്തിൽ ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് വീണ്ടും ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ വനംവകുപ്പാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കേരളം പ്രതികരിച്ചു. വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സമിതി തള്ളി. റോഡ് സഞ്ചാരയോഗ്യമാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പരിശോധനാ റിപ്പോർട്ടുകൾ സുപ്രീം കോടതിക്ക് സമർപ്പിക്കും. This was a technical meeting as per the Supreme Court mandate. We have discussed the issues and we have worked upon that. That's all. We discussed anything else which is not mandated to. Sir, Kerala government ready to submit the detailed report of new dam? Sir, I am not aware. And we have inspected and we have found that it is working. So we have discussed the issues, technical issues whatsoever there, because we are committed for the safety of the dam. We have discussed. So please don't worry. Okay, thank you. അണക്കെട്ടെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ സ്പിൽവേയിലെ 3 ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ചു. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ്, ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവർക്ക് പുറമെ തമിഴ്നാട് പ്രതിനിധികളായ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന, കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യം എന്നിവരാണ് ഡാമിൽ പരിശോധനകൾ നടത്തിയത്. ഇടുക്കി വിഷൻ, കുമളി.